السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. أهم يقسمون رحمة ربك نحن قسمنا بينهم معيشتهم في الحياة الدنيا ورفعنا بعضهم فوق بعض درجات ليتخذ بعضهم بعضا سخريا ورحمة ربك خير مما يجمعون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ള ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, ഉണർത്തുന്നു. സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭക്തിനിർഭരമായ ഒരു ജീവിതം നൽകി നമ്മയെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് വ്യത്യസ്തങ്ങളായ രൂപത്തിലും അതുപോലെ തന്നെ സ്ഥിതികളിലുമാണ്. എല്ലാ ആളുകളും ഒരേപോലെയുള്ള ആളുകളല്ല. പല കാര്യങ്ങളിലും പലരും ധാരാളം വ്യത്യാസങ്ങൾ ഉള്ളവരാണ്. അങ്ങനെ തന്നെയാണ് ഈ ഭൂമിയിൽ കാര്യങ്ങൾ
നടക്കേണ്ടതും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെയുള്ള മുഴുവൻ ആളുകളും ഒരേപോലെ എല്ലാവരും സമ്പന്നന്മാർ, അല്ലെങ്കിൽ എല്ലാവരും ധനികന്മാർ, അല്ലെങ്കിൽ എല്ലാവരും പണ്ഡിതന്മാർ, അല്ലെങ്കിൽ എല്ലാവരും പാമരന്മാർ, അല്ലെങ്കിൽ എല്ലാവരും ഒരേ കഴിവുള്ള, ഒരേ നിലവാരത്തിലുള്ള, ഒരേ പദവിയിലുള്ള ആളുകൾ എന്ന ഒരു തീരുമാനമായിരുന്നുവെങ്കിൽ ഭൗതികമായ ജീവിതം തികച്ചും യാന്ത്രികമായി മാറുമായിരുന്നു. ഒരേ അച്ചിൽ വാർക്കപ്പെട്ട ചില യന്ത്രങ്ങളെ പോലെയാകുമായിരുന്നു മനുഷ്യന്റെ ജീവിതം. അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ അവൻ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ പലർക്കും പല വ്യത്യസ്തങ്ങളായ പദവികളുണ്ട്, പല കഴിവുകളുണ്ട്, പല രൂപത്തിലുള്ള വ്യത്യാസങ്ങൾ ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂലിനോട് വളരെ കൃത്യമായി ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ, മക്കായിലുണ്ടായിരുന്ന ആളുകൾ പ്രവാചകന് നുബുവത്ത് കിട്ടിയതിന്റെ പേരിൽ അസൂയ വെച്ചുകൊണ്ട് ഇയാൾക്കാണോ ഈ നുബുവത്ത് കിട്ടാൻ കണ്ടത്, വേറെ ആരുമുണ്ടായില്ലേ, മക്കയിലും തായിഫിലുമൊക്കെ എത്ര വലിയ പ്രമാണിമാരുണ്ട്, നേതാക്കന്മാരുണ്ട്, അതൊന്നുമല്ലാത്ത ഒരു വ്യക്തിക്കാണല്ലോ ഈ നബിത്വം അല്ലെങ്കിൽ നുബുവത്ത് ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവാചകത്വത്തിനെതിരിൽ വിമർശനങ്ങൾ ഉയർത്തിയ മക്കായിലെ അറേബ്യൻ മുശ്രിക്കുകളോട് പരിശുദ്ധ ഖുർആൻ അതിന് മറുപടി നൽകിയത് ഇങ്ങനെയാണ്: അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, നിന്റെ റബ്ബിന്റെ അനുഗ്രഹവും കാരുണ്യവും ഒക്കെ വീതിച്ചു കൊടുക്കുന്നവർ അവരാണോ? അള്ളാഹുവിന്റെ റഹ്മത്ത് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ ഇവർക്കെന്താ അധികാരം? അത് തീരുമാനിക്കുന്നവൻ അള്ളാഹുവല്ലേ. അതുകൊണ്ട് അത് ചോദ്യം ചെയ്യാനും അക്കാര്യത്തിൽ വിമുക്തം പ്രകടിപ്പിക്കാനുമൊക്കെ ഇവർക്കെന്താണ് അധികാരമുള്ളത്? അഹും അവരാണോ യഖ്സിമൂന റഹ്മത റബ്ബിക, നിന്റെ റബ്ബിന്റെ റഹ്മത്തിനെ വീതിച്ചു കൊടുക്കുന്നവർ, വിഭജിച്ചു കൊടുക്കുന്നവർ, ഓഹരി വെച്ചു കൊടുക്കുന്നവർ അവരാണോ എന്ന് അല്ലാഹു അതിന് മറുപടി പറയുന്നു. അതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വിഷയമാണ് നാം മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു സംഗതി. ആത്മീയമായ ഈ ആത്മീയമായ വിഷയത്തിൽ മാത്രമല്ല, അവരുടെ ഭൗതികമായ ജീവിതത്തിൽ പോലും ആലോചിച്ചാൽ അവർക്ക് അറിഞ്ഞുകൂടെ അവരെല്ലാവരും ഒരേ തരക്കാരാണോ? അറേബ്യൻ മുശ്രിക്കുകളോടുള്ള ചോദിക്കുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നുബുവത്ത് കൊടുത്തതിൽ, ആത്മീയമായി ആ പ്രവാചകന് റഹ്മത്ത് കിട്ടിയതിൽ നിങ്ങളെന്തിന് അസൂയപ്പെടണം? നിങ്ങളല്ലല്ലോ അത് വീതിക്കുന്നത്, നിങ്ങളല്ലല്ലോ അത് തീരുമാനിക്കുന്നത്, അല്ലാഹു അല്ലയോ? എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ പോലും വ്യത്യസ്ത നിലവാരമില്ലേ? നിങ്ങളൊക്കെ തന്നെയും ഒരേ നിലവാരത്തിലാണോ? നിങ്ങളുടെ കൂട്ടത്തിൽ പണക്കാരില്ലേ? എല്ലാവരും പണക്കാരാണോ? നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന അടിമകളില്ലേ? തൊഴിലാളികളില്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ വ്യത്യസ്തങ്ങളായ അവസ്ഥ കാണുന്നില്ലേ? അതൊക്കെ എങ്ങനെയുണ്ടായി? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതത്തിൽ തന്നെ, അവരുടെ ജീവിതത്തിന്റെ നിലവാരത്തിൽ തന്നെ നാം വിഭജനം നടത്തിയിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കുന്നില്ലയോ? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ, തീർന്നില്ല, വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്ത്, അവരിൽ ചിലരേക്കാൾ നാം ചില പദവികൾ ഉയർത്തിയിട്ടുമില്ലയോ? ജനങ്ങളിൽ എല്ലാവരും ഒരേ പദവിയിലല്ല, ഉന്നതമായ പദവിയിലുള്ളവരുണ്ട്, അതിന്റെ താഴേക്കിടയിലുള്ളവരുണ്ട്, അതിന്റെ താഴേക്കിടയിലുള്ളവരുണ്ട്. പലരും വ്യത്യസ്തങ്ങളായ പദവികളിലും ദറജകളിലും സ്ഥാനങ്ങളിലുമൊക്കെയാണ്. അതവർ മനസ്സിലാക്കുന്നില്ലേ? എന്തിനാണ് അല്ലാഹു ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തത്? എല്ലാവരും ഒരേ നിലവാരത്തിലാക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. വ്യത്യസ്തങ്ങളായ ദറജകൾ, വ്യത്യസ്തങ്ങളായ പദവികൾ ആളുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമത്വം കൽപ്പിക്കാതെ വ്യത്യസ്തങ്ങളാക്കി തീർത്തത് എന്തിനു വേണ്ടിയാണ്? ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖരിയ, അവരിൽ ചിലരെ കീഴ്പ്പെട്ടവരാക്കി തീർക്കാൻ വേണ്ടി. വളരെ വ്യക്തമായി മുസ്ലിമീങ്ങൾ പഠിച്ചു വെക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തത്വമാണത്. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണത്. ഇവിടെ
സോഷ്യലിസം വാദിക്കുന്ന ആളുകളുണ്ട്. എല്ലാ നിലക്കും ഇവിടെ സമത്വം വേണമെന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളുണ്ട്. പലരും പല രൂപത്തിലായിക്കൂടാ, എല്ലാവരും ഒരേ നിലവാരക്കാരാവണം, പണക്കാരുടെ പദവികളിലേക്ക് എല്ലാവരും എത്തണം, എല്ലാവരും ഇവിടെ സമ്പന്നരാവണം, എല്ലാവരും ഇവിടെ തുല്യ പദവിയിലെത്തണം, ഒരേ നിലക്കുള്ള ഒരവസ്ഥ ഈ രാജ്യത്ത് കൈവരണം എന്ന് സ്വപ്നം കാണുന്ന വിഡ്ഢികളുണ്ട്. പടച്ചതമ്പുരാൻ പറയുന്നത് അത് നടപ്പുള്ളതല്ല. അല്ലാഹുവിന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഈ ലോകത്ത് എല്ലാവരും ഒരേ പദവിയിലായിരുന്നുവെങ്കിൽ, എല്ലാവരും മുതലാളിമാരായിരുന്നുവെങ്കിൽ, മുതലാളിയുടെ കീഴിൽ പണിയെടുക്കാൻ തൊഴിലാളിയെ എവിടുന്ന് കിട്ടും? എല്ലാവരും വിഡ്ഢികളായിരുന്നുവെങ്കിൽ അവരെ പഠിപ്പിക്കാൻ ആളുണ്ടാകുമോ? അല്ലെങ്കിൽ ഈ ലോകത്ത് എല്ലാവരും ഡോക്ടർമാരായാൽ രോഗികൾ വേണ്ടേ? എല്ലാവരും രോഗികളായാൽ ചികിത്സിക്കാൻ ഡോക്ടർ വേണ്ടേ? ഓരോ നിലവാരത്തിലും വ്യത്യസ്തങ്ങളായ പദവികൾ, വ്യത്യസ്തങ്ങളായ സ്ഥാനങ്ങൾ, ഏറ്റക്കുറച്ചിലുകൾ. അതാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ. പടച്ചതമ്പുരാൻ അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓരോന്നിനും പറ്റിയ കുറെ ആളുകൾ വേണം. എല്ലാവരും ഒരേ നിലവാരത്തിലുള്ളവരായാൽ ഈ ലോകത്ത് ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ത്? വറഫഅനാ ബഅദഹും അലാ ബഅദിൻ വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്ത്. ചിലർക്ക് ചിലരേക്കാൾ ചില പദവികളൊക്കെ നൽകി. ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖരിയ. അവരിൽ ചിലർ ചിലരെ കീഴ്പ്പെട്ടവരായി തീരാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ തന്റേതായ കാര്യങ്ങൾ നിർവഹിക്കാൻ തന്റെ എത്ര യോഗ്യരല്ലാത്ത ആളുകളും വേണം. ഒരേ യോഗ്യതയുള്ള ആളുകൾക്ക് കീഴിൽ പണിയെടുക്കാൻ വേറൊരാൾ വരില്ല. അപ്പൊ തുല്യ യോഗ്യതയുള്ള ആളുകളായാൽ സംഗതി നടക്കൂല. അപ്പൊ നല്ല കഴിവുള്ള ആളുകൾ, അത്ര കഴിവില്ലാത്ത ആളുകൾ, അതിന്റെ താഴേക്കടിയിലുള്ള ആളുകൾ, അങ്ങനെ ഓരോരുത്തരും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ മറ്റൊരാൾ ആശ്രയിച്ചുകൊണ്ട് അയാൾ ഇങ്ങോട്ട് തിരിച്ചും ആശ്രയിച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിതമാണ് ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന റബ്ബക യബ്സുതു റിസ്ഖ ലിമൻ യശാ. അല്ലാഹുവാണ് അവനുദ്ദേശിക്കുന്നവർക്ക് റിസ്ഖ് വിശാലമാക്കി കൊടുക്കുന്നതും അതുപോലെ തന്നെ റിസ്ഖ് ഒന്ന് കണക്കാക്കി കൊടുക്കുന്നതും. അല്ലാഹു ആർക്കെങ്കിലും ഒരുപാട് ധനം നൽകിയെങ്കിൽ, ഒരുപാട് സൗകര്യങ്ങൾ നൽകിയെങ്കിൽ പടച്ചവൻ അവരെ ആദരിച്ചത് കൊണ്ടാണെന്നൊട്ട് ധരിക്കുകയും വേണ്ട. ഇനി നൽകിയിട്ടില്ല, കുറച്ച് കുറവാണ്, കുറച്ച് ഞെരുക്കമാണ്, ജീവിതത്തിൽ പ്രയാസങ്ങളാണ് എങ്കിൽ അല്ലാഹു അവനെ അവഗണിച്ചിട്ടുണ്ട് എന്നും വേവലാതിപ്പെടേണ്ടതില്ല. അതൊക്കെ പടച്ചവന് ചില ഹിക്മത്തുകളുണ്ട്. ആർക്ക് എത്ര കൊടുക്കണം, എത്ര അളവ് നൽകണം, ആർക്കൊക്കെ വിശാലമായി നൽകണം, ആർക്കൊക്കെ ഒന്ന് അളന്നു കൊടുക്കണം, ഇതിനൊക്കെ പടച്ചതമ്പുരാന് ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു ചെയ്യുന്നു എന്നതല്ലാതെ ഏതെങ്കിലും അനുഗ്രഹങ്ങൾ ദുനിയാവിൽ ഒരുപാട് കിട്ടിയെന്ന് വിചാരിച്ച് അവരൊക്കെ നല്ലവര്, ഭൗതികമായ ജീവിതത്തിൽ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായി എന്ന് വെച്ച് അവരൊക്കെ മോശക്കാരി അല്ലാഹുവിന്റെ അടുക്കൽ അങ്ങനെ ഒരു കണക്കുകൂട്ടലോ അങ്ങനെ ഒരു വിവേചനമോ പടച്ചതമ്പുരാന്റെ അടുക്കലില്ല. പിന്നെ ഈ വ്യത്യസ്തത അല്ലാഹു കൽപ്പിച്ചതെന്തിനാണ്? ഈ ലോകത്തുള്ള സംവിധാനങ്ങൾ, ഇവിടെയുള്ള സംവിധാനങ്ങൾ നടക്കണമെങ്കിൽ എല്ലാവരും മുതലാളിമാരായിക്കൂടാ, എല്ലാവരും തൊഴിലാളിമാരായിക്കൂടാ, എല്ലാവരും ഒരേ കാറ്റഗറിയിലും പദവിയിലുള്ളവരുമായിക്കൂടാ. വ്യത്യസ്തങ്ങളായ പദവികൾ, വ്യത്യസ്തങ്ങളായ സ്ഥാനങ്ങൾ, വ്യത്യസ്തങ്ങളായ കഴിവുകൾ, വ്യത്യസ്തങ്ങളായ യോഗ്യതകൾ. ആ യോഗ്യതകളുടെ വ്യത്യസ്തതകളെ ഓരോരുത്തരും കൊണ്ടും കൊടുത്തും പരസ്പരം ഉപയോഗപ്പെടുത്തി, ഞാൻ മറ്റൊരാളെ ഉപയോഗപ്പെടുത്തി, അയാൾ എന്നെ ഉപയോഗപ്പെടുത്തി, അങ്ങനെ സമൂഹത്തിലുള്ള ആളുകളൊക്കെ പരസ്പരം ബന്ധപ്പെട്ടും ഉപയോഗപ്പെടുത്തിയുമൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിത നടപടിക്രമമാണ് പടച്ചതമ്പുരാൻ നിശ്ചയിച്ചിട്ടുള്ളത്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അല്ലാഹുവിന്റെ ഈ ഒരു ശരീഅത്തും ഈ ഒരു സമ്പ്രദായത്തിനും ഒരു മാറ്റവും നിനക്ക് കണ്ടെത്താൻ സാധ്യമല്ല. അതുകൊണ്ട് രാജ്യത്തെ മുഴുവൻ വർഗസംഘടന ഉണ്ടാക്കിയിട്ട് തൊഴിലാളിയും മുതലാളിയും തമ്മിൽ എന്നും സംഘടന ഉണ്ടായി ഈ രാജ്യത്ത് തിരുസമത്വം കൈവരണം എന്ന് വിശ്വസിക്കുന്ന സോഷ്യലിസ്റ്റ് വാദികളുടെയും കമ്മ്യൂണിസത്തിന്റെയും ഒന്നും സ്വപ്നങ്ങൾ ഒരു കാലത്തും ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നില്ല. പടച്ചതമ്പുരാന്റെ തീരുമാനം അതങ്ങനെയാണ്. വ്യത്യസ്തങ്ങളായ നിലയ്ക്ക് തന്നെയാണ് മനുഷ്യന്മാരുള്ളത്. എന്നാൽ ഈ വ്യത്യസ്തതകളിൽ മനുഷ്യർക്ക് ഓരോരുത്തരോടും അല്ലാഹു ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ ആളുകൾക്കും അല്ലാഹു ചില അവകാശങ്ങൾ നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ അവസരത്തിൽ തന്നെ അവകാശങ്ങൾ കിട്ടേണ്ട ആളുകളോട് തന്നെ നിങ്ങൾ മറ്റു ചിലർക്ക് ചില കടമകൾ ചെയ്തു കൊടുക്കണം, നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട് എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. മുമ്പൊരു ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം, നമ്മുടെ സമൂഹത്തിൽ എന്ന് മാത്രമല്ല ഏത് കാലഘട്ടത്തിലെ ജനങ്ങളെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഓരോ വിഭാഗം ആളുകളും തനിക്ക് കിട്ടേണ്ട അവകാശങ്ങളെ കുറിച്ച് മാത്രം വാചാലരാകുന്ന ആളുകളാണ്.
താൻ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളെക്കുറിച്ച് മറന്നു കളയുകയും അതിനെ വിസ്മരിച്ചു കളയുകയും താൻ ചെയ്യേണ്ടുന്ന കടമകളെ അതിനെ സംബന്ധിച്ച് അബോധവാന്മാരാവുകയും അതേ അവസരത്തിൽ തനിക്കിങ്ങോട്ട് കിട്ടേണ്ട കാര്യങ്ങൾ അണപ്പൈ തീർത്ത് കണക്ക് പറഞ്ഞു വാങ്ങാനുള്ള കൃത്യമായ ബുദ്ധിയും വിവേകവും ബോധവുമൊക്കെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സമൂഹത്തിൽ കാണുന്നത്. പടച്ചതമ്പുരാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. അല്ലാഹു പറഞ്ഞത് ഓരോരുത്തർക്കും ചില കടമകളുണ്ട്, ആ കടമകൾ അവർ നിറവേറ്റണം. അപ്പോഴേ തിരിച്ചിങ്ങോട്ട് കിട്ടേണ്ട അവകാശങ്ങളെ കുറിച്ച് പറയാനോ ചിന്തിക്കാനോ അതാവശ്യപ്പെടാനോ അവർ അർഹരായി തീരുന്നുള്ളൂ എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ആ കൂട്ടത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. ഭർത്താവിന് ഭാര്യയോടുള്ള കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. ഇങ്ങനെ ദമ്പതികൾക്കിടയിലുള്ള കടമകളും കടപ്പാടുകളും ഒന്നിരിക്കൽ നാം വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുന്നത് തൊഴിലാളി മുതലാളി ബന്ധത്തെ സംബന്ധിച്ചാണ്. ഇസ്ലാം പറഞ്ഞല്ലോ, വ്യത്യസ്തങ്ങളായ പദവികളിൽ അല്ലാഹു ഇങ്ങനെ ആളുകളെ നിർത്തിയത് ഓരോരുത്തരും പരസ്പരം ഉപയോഗപ്പെടുത്തി അങ്ങനെ ജീവിക്കാനാണ്. തൊഴിലാളിയുടെ കീഴിൽ മുതലാളി ഒരർത്ഥത്തിൽ ചെറിയവനാണ്, അല്ലേ? തന്നേക്കാൾ കഴിവ് പറഞ്ഞവനാണ് മുതലാളിയുടെ മുമ്പിൽ തൊഴിലാളി ഒരർത്ഥത്തിൽ. പക്ഷേ അതേ അവസരത്തിൽ തന്നെ മറ്റൊരു തലക്ക് ചിന്തിച്ചാൽ ഈ മുതലാളിയുടെ വലിപ്പം നിലനിൽക്കുന്നത് തന്നെ ഈ തൊഴിലാളിയുടെ സഹകരണം കൊണ്ടാണ് എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. അവ രണ്ടു കൂട്ടരെയും ആവശ്യമാണ്. അങ്ങനെ തന്നെയാണ് അല്ലാഹു ഈ ലോകത്ത് സംവിധാനിച്ചിട്ടുള്ളത്. ഇവിടെയാണ് പടച്ചതമ്പുരാൻ പറഞ്ഞു, തൊഴിലിന്റെ മാഹാത്മ്യം പഠിപ്പിച്ചു, തൊഴിലിന്റെ മാഹാത്മ്യം കൃത്യമായി പഠിപ്പിച്ചു. തൊഴിലാളിക്ക് ചില കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്, അവന് കിട്ടേണ്ട അവകാശങ്ങളുണ്ട്. മുതലാളിക്ക് ചില കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്, അയാൾക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങളുണ്ട്. രണ്ടും കൃത്യമായി പഠിപ്പിച്ചിരിക്കുകയാണ് ഇസ്ലാം. രണ്ടു കൂട്ടരോടും നിങ്ങൾ പരസ്പരം സംഘട്ടനത്തിൽ ഏർപ്പെടണമെന്ന് ഇസ്ലാം പറയുന്നില്ല. കമ്മ്യൂണിസത്തിന്റെ അടിക്കല്ല് തന്നെ അതാണ്. തൊഴിലാളി മുതലാളി വർഗ സംഘട്ടനമാണ്. രണ്ട് വർഗങ്ങളെ ചേരിതിരിച്ചുകൊണ്ട് ആ രണ്ട് വർഗങ്ങൾ എക്കാലഘട്ടവും ഇവിടെ തമ്മിലടിക്കണം. അതിലൂടെ മാത്രമേ രാജ്യത്ത് സോഷ്യലിസം വരികയുള്ളൂ, അതിലൂടെ മാത്രമേ ഈ രാജ്യത്ത് സ്ഥിരസമത്വം ഉണ്ടായിത്തീരുകയുള്ളൂ എന്ന് പ്രസംഗിക്കുന്ന, എഴുതുന്ന, അതുപോലെ തന്നെ അവരുടേതായ പ്രസംഗങ്ങളിലും മുദ്രാവാക്യങ്ങളിലുമൊക്കെ മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇസത്തിന്റെ വക്താക്കൾക്കും വിജയിക്കാൻ സാധ്യമല്ല. അതൊരിക്കലും വിജയിച്ചിട്ടുമില്ല. ഈ ചില്ലങ്ങളിൽ പോലും വർഗസംഘടനകളിലൂടെ വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ച ആളുകളൊക്കെ ഇന്ന് ശവക്കല്ലറകളിൽ നിത്യമായ ഒരു വിസ്മയത്തിൽ, നിത്യമായ ഉറക്കത്തിലാണ് എന്ന് നമുക്ക് ആരും നമ്മെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. കമ്മ്യൂണിസത്തിന്റെ ഈ ചില്ലങ്ങളെല്ലാം തകർന്നടിഞ്ഞു കിടക്കുന്ന ശവപ്പറമ്പുകളായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശരീഅത്ത്, ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് തൊഴിലാളിയും മുതലാളിയും തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെടാനുള്ള ഒരു നിർദ്ദേശവും അതിലില്ല. മറിച്ച് പ്രത്യേകമായി തൊഴിലാളിക്ക് മുതലാളിയോട് സ്നേഹം വേണം, മുതലാളിക്ക് തൊഴിലാളിയോട് സ്നേഹം വേണം. രണ്ടു കൂട്ടരും സംഘട്ടനത്തിലൂടെയല്ല, രഞ്ജിപ്പിലൂടെ നല്ല നിരക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള 100% യോജിച്ച കൃത്യമായ കാലോചിതമായ നിയമങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തൊഴിലാളിയോട് പറഞ്ഞു, നീ തൊഴിലിന്റെ കാര്യത്തിൽ നിനക്കൊരു വിഷമം തോന്നരുത്, ഈ തൊഴിൽ നന്നായി ചെയ്യണം. തൊഴിലാളിയുടെ ബാധ്യതയാണ് തൊഴിലാളിക്ക് മുതലാളിയിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങളെ കുറിച്ച് മാത്രം മുദ്രാവാക്യം വിളിക്കാം. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും, എന്റെ മുതലാളിയുടെ കാര്യം ആരും പറയാഞ്ഞത്? ഇസ്ലാം അങ്ങനെ പറയുന്നില്ല. സർവ്വരാജ്യ തൊഴിലാളികളോടും മുതലാളികളോടുമാണ് ഇസ്ലാമിന് പറയാനുള്ളത്. തൊഴിലാളികളെ സംഘടിക്കൂ, നാളെയുടെ ലോകം നിങ്ങൾക്കുള്ളതാണ് എന്നല്ല, എവിടെയും പിടിച്ചടക്കാനല്ല. ഇസ്ലാം മനുഷ്യനോട് പറയുന്നത് എല്ലാവരോടുമാണ് ഓർമ്മപ്പെടുത്തുന്നത്. മുതലാളി തൊഴിലാളി വ്യത്യാസമൊന്നുമില്ല, എല്ലാവരോടും പറയുന്നു. ഓരോരുത്തർക്കും കടമകളുണ്ട്, ഓരോരുത്തർക്കും അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ബോധവാന്മാരാകണം. തൊഴിലിന് ഇസ്ലാം വലിയ മഹത്വമാണ് നൽകുന്നത്. ഒരാളുടെ മുമ്പിൽ തന്റെ കാര്യത്തിന് വേണ്ടി യാചിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുകയും ഒരു വേള നിരോധിക്കുകയുമാണ് പടച്ചതമ്പുരാൻ പ്രവാചകൻ ചെയ്തത്. അകാരണമായി ഒരാവശ്യവുമില്ലാതെ ആളുകളുടെ മുമ്പിൽ യാചിച്ചുകൊണ്ട് എരപ്പാളിയായി ജീവിക്കുന്നവൻ നാളെ പരലോകത്ത് അവന്റെ മുഖത്ത് ഒരു തുണ്ട് മാംസം പോലുമില്ലാതെ വളരെ അപമാനിക്കപ്പെട്ട നിലക്ക് അവൻ നാളെ പരലോകത്ത് മഹ്ശറിൽ ഹാജരാക്കപ്പെടുന്നതാണെന്ന് മഹാനായ റസൂലുള്ളാഹി വളരെ കൃത്യമായി പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയെ തന്നെ ഇസ്ലാം നിരോധിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. അതേ അവസരത്തിലോ മാന്യമായി തൊഴിൽ ചെയ്യാൻ പറഞ്ഞു, തൊഴിൽ ചെയ്യാൻ, കൃത്യമായി തൊഴിൽ ചെയ്യാൻ പറഞ്ഞു. ഏത് തൊഴിലും ചെയ്യാം.
വലിയ വലിയ ആളുകളൊക്കെ തൊഴിൽ ചെയ്ത് ജീവിച്ചവരാണ്. ഇത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. മഹാന്മാരായ അമ്പിയാക്കൾ തൊഴിൽ ചെയ്ത് ജീവിച്ചവരാണ്. സഹാബിമാർ തൊഴിൽ ചെയ്ത് ജീവിച്ചവരാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാർ നബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് അവർ ആടുമേക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു തൊഴിലും നമുക്ക് അന്യമല്ല. ഹറാമല്ലാത്ത ഏത് ജോലിയും ചെയ്യാം. പലിശയുമായി ബന്ധപ്പെട്ട ജോലികൾ നിഷിദ്ധമാണ്. അതേപോലെ തന്നെ കളവ് പറയൽ നിർബന്ധമായ ജോലികൾ നിഷിദ്ധമാണ്. അതേപോലെ തന്നെ ഹറാമായ രൂപത്തിലുള്ള വസ്തുക്കൾ വിൽപ്പന നടത്തൽ നിഷിദ്ധമാണ്. ആ രൂപത്തിൽ ഹറാമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ നിഷിദ്ധം തന്നെ. അതേ അവസരത്തിൽ അതൊന്നുമില്ലാതെ അല്ലാഹു അനുവദിച്ചു തന്നിട്ടുള്ള ഏത് ജോലികളും ഒരാൾക്ക് ചെയ്യാവുന്നതാണ്. അത് ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്ന മനുഷ്യനിലുണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളുണ്ട്. ഒന്ന്, താൻ ഏറ്റെടുത്ത് ചെയ്യുന്ന ജോലി ചെയ്യാൻ താൻ കഴിവുള്ളവനായിരിക്കണം. കഴിവില്ലാത്തൊരു ജോലി ഒരാൾ ഏറ്റെടുക്കാൻ പാടില്ല. ഒരാളൊരു ജോലി ഏറ്റെടുക്കുന്നുവെങ്കിൽ ആ തൊഴിലാളിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും ഗുണം ഏറ്റെടുത്ത ജോലി നിർവഹിക്കാൻ താൻ കരുത്തനായിരിക്കണം. രണ്ടാമത്തെ ഗുണം, അയാൾ വിശ്വസ്തനായിരിക്കണം. താൻ ഏറ്റെടുത്ത ജോലി നിർവഹിക്കുന്നതിൽ അലസതയുണ്ടാകരുത്. അതേപോലെ തന്നെ കൃത്യവിലോപം കാണിക്കരുത്, വഞ്ചന നടത്തരുത്, ചതിയുണ്ടാക്കരുത്, ഒരു രൂപത്തിലുള്ള ചൂഷണവും അവൻ നടത്താൻ പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച അമാനത്ത് പോലെ താൻ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ കഴിയണം. ഒരു തൊഴിലാളിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ഗുണം, 2 ഗുണങ്ങൾ അതാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മദീനയിലെത്തി. ഞാൻ ആ ചരിത്രം സുദീർഘമായി പറയുന്നില്ല. മദീനയിലെത്തി അവിടെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെന്ന് നോക്കുമ്പോൾ ഒരു കിണറിന്റെ ഭാഗത്ത് അതിന്റെ ചുറ്റും 2 പെൺകുട്ടികൾ വെള്ളം കോരാൻ കഴിയാതെ അവിടുത്തെ ആണുങ്ങളുമായി മത്സരിച്ച് വെള്ളം കോരാൻ കഴിയാതെ മാറി നിൽക്കുക. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ കാഴ്ച കാണുന്നു. ഈ 2 പെണ്ണുങ്ങളെയും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹായിക്കാൻ ആണുങ്ങൾക്കിടയിലൂടെ തിരക്കി അവർക്ക് ആവശ്യമായ വെള്ളം കൊടുത്ത്, ചുരുക്കി പറയട്ടെ, ഈ 2 പെൺമക്കളും അവരുടെ വീട്ടിലേക്ക് പോയി. ചരിത്രത്തിൽ കാണാം, അത് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പെൺകുട്ടികളായിരുന്നു. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പോയിട്ട് പറഞ്ഞു, ഒരാള് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അയാൾക്ക് എന്തെങ്കിലും കാര്യമായി കൂലി കൊടുക്കണം, അയാൾക്ക് എന്തെങ്കിലും കാര്യമായി നമ്മൾ അതിനുവേണ്ടി ഒരു ഉപഹാരം നൽകണം. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിപ്പിച്ചു തന്റെ വീട്ടിലേക്ക്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ സഹായിച്ചതിന് നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുന്നു. ഇതൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി പറഞ്ഞു, ഈ പിതാവിനോട് ഒരു പെൺകുട്ടി പറയാണ്, പിതാവേ, നമുക്ക് അയാളെ ഇവിടെ ജോലിക്ക് നിർത്താം, ഒരു തൊഴിലാളിയായിട്ട് നമുക്ക് അയാളെ സ്വീകരിക്കാം, ഒരു തൊഴിൽ കൊടുക്കാം നമുക്ക്. എന്താണ് ആ തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ ഈ പെൺകുട്ടി വാപ്പയോട് പറയുന്ന രംഗമാണ് പരിശുദ്ധ ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്നു. യാ അബതിസ്തഅ്ജിറുഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. യാ അബതി, എന്റെ പിതാവേ, ഇസ്തഅ്ജിറുഹു, ഇദ്ദേഹത്തെ കൂലിക്കാരനായി എടുക്കാം. ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർത, ഒരാളെ നിങ്ങൾ കൂലിക്കാരനായി എടുക്കുന്നുവെങ്കിൽ അയാൾക്ക് ഏറ്റവും ഖൈറായ ആൾ ആരായിരിക്കണം? അൽ ഖവിയ്യുൽ അമീൻ. 2 ഗുണം. ഒന്ന്, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ജോലി ചെയ്യാൻ ഇയാൾ കരുത്തനാണ്. 2, ഇയാൾ ഈ കാര്യത്തിൽ വിശ്വസ്തനുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഖുവ്വത്തും അമാനത്തുമാണ് ഒരു തൊഴിലാളിയിലുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണം. അത് അയാൾ ചെയ്യേണ്ട കടമയാണ്. എന്ത്? താൻ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവനാകട്ടെ, അതേത് കടയിൽ ജോലി ചെയ്യുന്നവനാണെങ്കിലും സ്ഥാപനത്തിൽ ഏതിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണെങ്കിലും അയാൾ മനസ്സിലാക്കേണ്ടത് തനിക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഞാൻ ഈ ജോലി ചെയ്യാൻ കഴിവുള്ളവനാണോ, അതിന് ഖുവ്വത്തുള്ളവനാണോ? ഖുവ്വത്തുണ്ടായിരിക്കണം. മനുഷ്യനെ അശക്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ അല്ലാഹുവിനോട് അഭയം ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. മിനൽ ഹമ്മി വൽ ഹസനി, മനക്ലേശത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും മനോവിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. എപ്പോഴും നീറുന്ന ഒരു മനസ്സുമായി, എപ്പോഴും സങ്കടപ്പെടുന്ന ഒരു മനസ്സുമായി, യാതൊരു സന്തോഷവുമില്ലാതെ ഇങ്ങനെ മനസ്സിൽ വിഷമിച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥ എനിക്കുണ്ടാകരുത്. എന്റെ മനസ്താപത്തെയും എന്റെ വിഷമത്തെയും നീ നീക്കിത്തരണം. രണ്ടാമത് ദുആ ചെയ്യുന്നത് കേൾക്കൂ. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ.
ജോലി ചെയ്യണമെങ്കിൽ നല്ല ആരോഗ്യം വേണമല്ലോ റബ്ബേ. എനിക്കൊരിക്കലും ആരോഗ്യക്കുറവുണ്ടാകരുത്, എനിക്ക് ആസക്തി തരരുതേ, കഴിവില്ലായ്മ എന്നിലുണ്ടാകരുതേ. അതുപോലെ തന്നെ കഴിവുണ്ടായാലും ചിലപ്പോ ആരോഗ്യമുള്ള ചെറുപ്പക്കാർക്കും ചിലപ്പോ ആരോഗ്യമുള്ള തൊഴിലാളിക്കും ചിലപ്പോ ജോലി ചെയ്യാൻ ചിലപ്പോ അലസത കൊണ്ട് കഴിയാതെ വരാറുണ്ട്. ആലസ്യവും എനിക്കുണ്ടാകരുത്. അശക്തി കൊണ്ടുള്ള ദൗർബല്യങ്ങളോ അലസത കൊണ്ടുള്ള ദൗർബല്യങ്ങളോ എനിക്കുണ്ടാകരുതേ, നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. റസൂലുള്ള നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞതാണ്. ആ ദുആ നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ആരോഗ്യം ഉണ്ടായാലും കാര്യമില്ല, ചിലപ്പോൾ ജോലി ചെയ്യാൻ മൂടുണ്ടാവില്ല. ഇതാ ഈ മൂട് പറയുന്നത് ഈ ആലസ്യം. ഈ ആലസ്യം ഇത് പടച്ചവനോട് നമ്മൾ അഭയം ചോദിക്കേണ്ട സംഗതിയാണ്. കേട്ടോ, അപ്പൊ ഒരു തൊഴിലാളിക്കുണ്ടായിരിക്കേണ്ടത് താൻ ഏറ്റെടുക്കുന്ന ജോലി ചെയ്യാനുള്ള ശക്തിയാണ്, അതിനുള്ള കഴിവാണ്, അതിനുള്ള പ്രത്യേകമായൊരു മനസ്ഥിതിയാണ്. അതോടൊപ്പം അല്ലമീൻ, താൻ ഏറ്റെടുത്ത ജോലി കൃത്യമായി അവൻ ചെയ്യണം. കൃത്യവിലോപം കാണിക്കരുത്, പറ്റിക്കരുത്, തന്റെ മുതലാളിയെ പറ്റിക്കരുത്. നിശ്ചയിച്ച സമയം കൃത്യമായി പണിയെടുത്തുകൊള്ളണം. അതിൽ അലംഭാവം കാണിക്കരുത്, അമാനത്ത് കാണിക്കണം, വഞ്ചന കാണിക്കരുത്, ചതിക്കരുത്, പറ്റിക്കരുത്. ആ രൂപത്തിൽ ഹറാമായ ഒരു മേഖലയിലേക്കും പോകാൻ പാടില്ല. അതാണ് കവിയും അമീനുമായിരിക്കണം ഒരു തൊഴിലാളി എന്നതിലേക്കുള്ള സൂചനയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കാരണം എന്താ, ഇതും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ ചോദിക്കപ്പെടുന്ന വിഷയമാണ്. പടച്ചതമ്പുരാന്റെ മുമ്പിൽ നിസ്കാരവും നോമ്പും സക്കാത്തും മാത്രം നിർവഹിക്കുക എല്ലാ കാര്യവും. നമ്മളൊരു അമാനത്ത് ഒരാളിൽ നിന്ന് ഏറ്റെടുത്തു, നമ്മൾ ഏറ്റെടുക്കുന്ന അമാനത്താണ് നമ്മൾ സ്വീകരിക്കുന്ന ജോലി. അതിൽ വീഴ്ച വരുത്തിയാൽ ആ ചെയ്യുന്ന പ്രവർത്തനം വളരെ കൃത്യമായി തന്നെ ചെയ്യണം. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലും അൻ റഅയ്യതിഹി, എല്ലാവരും അതിനെ പറ്റി ചോദിക്കപ്പെടും. മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിനഹു, അല്ലാഹു ഇഷ്ടപ്പെടുന്നു നിങ്ങളിൽ ഒരാൾ ഒരു ജോലി ചെയ്യുന്നതായാൽ അൻ യുത്ഖിനഹു, ആ പ്രവൃത്തിയെ അവൻ നന്നായി ചെയ്യണം. എടുക്കുന്ന ജോലി വളരെ കൃത്യമായി ചെയ്യണം. എടുക്കുന്ന ജോലി വളരെ ആത്മാർത്ഥതയോടുകൂടി വളരെ നന്നായി ദൃഢമായി തന്നെ അവരത് ചെയ്യേണ്ടതുണ്ട്. ഇത് ഏറ്റവും വലിയ ഒരു കടമയാണ്, തൊഴിലാളിക്കുള്ള കടമയാണ്. അയാൾ അത് നിർവഹിക്കണം. അങ്ങനെ താൻ ജോലി ചെയ്യുന്നത് ഒരു നിസ്സാരമായ സംഗതിയല്ല. ജോലി ചെയ്യുന്നത് തന്റെ കുട്ടികളെ പോറ്റാനാണ്, കുടുംബത്തെ പുലർത്താനാണ്. അവകാശികളായ പല ആളുകളും എന്നെ ആശ്രയിച്ച് കഴിയുന്നത് നാട്ടിലുണ്ട്. അവർക്കൊരു നേരത്തെ ആഹാരത്തിനാണ്, അവർക്ക് തലചായ്ക്കാനുള്ള വീടിന് വേണ്ടിയാണ്. ആ ബോധം നിനക്കുണ്ടോ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുക്കുന്നതിന് പ്രതിഫലമുണ്ട്. സുഹൃത്തുക്കളെ, തന്റേതായ കീഴിലുള്ള ആളുകളെ നോക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നത് പടച്ചതമ്പുരാന്റെ മാർഗത്തിലുള്ള സമരത്തിന്റെ തുല്യമാണ്. നല്ലൊരു പുണ്യകർമ്മമാണത്. അപ്പോ ഇസ്ലാമികമായിട്ടുള്ള ഉദ്ദേശവും സദുദ്ദേശവും ആത്മാർത്ഥതയും ജോലി ചെയ്യാനുള്ള കഴിവും അത് കൃത്യമായി നിലനിർത്തിയൊക്കെ ജീവിച്ചാൽ ഈ ലോകത്തും അവന് ഹൈറുണ്ട്, നാളെ പരലോകത്തും ഹൈറുണ്ട്. ആ ഒരു കടമകളെ സംബന്ധിച്ച് തൊഴിലുമായി ബന്ധപ്പെട്ട ആളുകൾ മനസ്സിരുത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനുർ റഹീമായ തമ്പുരാൻ. ഏത് ജോലികളും കൃത്യമായി ആത്മാർത്ഥമായി നിർവഹിക്കാനുള്ള കഴിവും തൗഫീഖും അമാനത്തും വിശ്വസ്തതയും എല്ലാം നമുക്ക് നൽകി നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തൻ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തൊഴിൽ ചെയ്യുന്ന മനുഷ്യൻ താൻ ചെയ്യുന്ന തൊഴിൽ ഒരു മോശപ്പെട്ട പണിയല്ല. സദുദ്ദേശത്തോടുകൂടി തന്റേതായ കീഴിൽ തന്നെ ആശ്രയിച്ച് കഴിയുന്നവരുടെ നിത്യവൃത്തിക്ക് വേണ്ടിയുള്ള തന്റെ അധ്വാനം തന്റെ പുണ്യകർമ്മങ്ങളുടെ പട്ടികയിൽ രേഖപ്പെടുത്തുന്ന ഒരു സൽക്കർമ്മമാണ് എന്ന ആത്മവിശ്വാസത്തോടുകൂടി ആത്മാർത്ഥമായി തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കടമപ്പെട്ടവനാണ്. അത് തന്നിൽ നിന്ന് തന്നെക്കൊണ്ട് ജോലിയെടുപ്പിക്കുന്ന മുതലാളിക്ക്, ഉടമയ്ക്ക് താൻ ചെയ്തു കൊടുക്കേണ്ടുന്ന കടമയാണ്. ഒരു മുതലാളിക്ക് തൊഴിലാളിയിൽ നിന്ന് തൊഴിൽ ഉടമയ്ക്ക് കിട്ടേണ്ടുന്ന അവകാശമാണ് എന്ന് കൃത്യമായി ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതേ അവസരത്തിൽ തന്നെ തൊഴിലുടമക്ക് ഈ തൊഴിലാളിയിൽ നിന്ന് കിട്ടേണ്ടുന്ന അവകാശങ്ങളാണ് പറഞ്ഞത്, അഥവാ തൊഴിലാളി മുതലുടമയോട് ചെയ്യേണ്ടുന്ന കടമകൾ. ഇനി നമുക്ക് പറയാനുള്ളത് ഇതേ മറുവശം തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്.
തൊഴിൽ ചെയ്യുന്ന വ്യക്തിയോട് മുതലാളിക്കും ചില കടമകൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കാനുണ്ട്. അഥവാ തൊഴിലാളിക്ക് മുതലാളിയെല്ലാം ചില അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഒറ്റ വാക്കിലൊരു കാര്യം പറഞ്ഞു, അഅ്തുൽ അജീറ അജ്റഹു ഖബല അൻ യദിഫഅ അറഖഹു. തൊഴിലാളിക്ക് കൂലിക്കാരന് നിങ്ങൾ കൂലി കൊടുക്കണം അവന്റെ വിയർപ്പ് വറ്റുന്നതിന്റെ മുമ്പ്. അധ്വാനിച്ചവന് അവന്റെ അധ്വാനത്തിന് തികഞ്ഞ പ്രതിഫലം അത് നിശ്ചയിക്കപ്പെട്ട വിലക്ക് എങ്ങനെയാണെങ്കിൽ ദിവസക്കൂലിയാണോ, ആഴ്ചയിലാണോ, മാസത്തിലാണോ, 6 മാസത്തിലാണോ, എങ്ങനെയാണോ കോൺട്രാക്ട്, എങ്ങനെയാണോ തീരുമാനം, അതനുസരിച്ച് കൃത്യമായി നൽകിക്കൊള്ളണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന നിയമം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാൻ വാദിക്കുന്ന ആളെ പരലോകത്തു നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാൻ വാദിക്കും, ഞാനായിരിക്കും അയാൾക്ക് വേണ്ടി വാദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അവിടെ വെച്ച് പിടിച്ചു വാങ്ങിക്കൊടുക്കും. എവിടെ വെച്ച്? പരലോകത്ത് വെച്ച്. 3 ആളുകൾ അല്ലാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ. അതിനാളിൽ അവർക്ക് വേണ്ടി വാദിക്കുന്നവൻ ഞാനായിരിക്കും. അല്ലാഹു അത് ഏറ്റെടുത്തു കഴിയും. ഒരാളാരാണ്? ആത്മാർത്ഥമായിട്ട് ഒരാളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അയാളെ വഞ്ചിച്ചവൻ. രണ്ടാമത്തെ വ്യക്തി, ഇതാണ് ഇവിടുത്തെ വിഷയം, വറജുലുൻ ഇസ്തഅ്ജറ അജീറാ. ഒരാളൊരു തൊഴിലാളിയെ കൂലിക്ക് വിളിച്ചു, എന്നിട്ട് ഫലം യുവഫിഹി അജ്റഹു, അവന്റെ കൂലി അവന് പൂർത്തിയാക്കി കൊടുത്തതുമില്ല. അതിനുവേണ്ടി ഞാൻ വാദിക്കുന്ന ആളെ പരലോകത്തു നിന്നാണ്. എന്താണ് നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, അർച്ചതമ്പുരാൻ എത്ര ഗൗരവത്തോടു കൂടിയാണത് പറയുന്നത്. ഇടപാടുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തബ്ഖസുന്നാസ അശ്യാഅഹും വലാ തഅസൂ ഫിൽ അർളി മുഫ്സിദീൻ. വലാ തബ്ഖസുന്നാസ, നിങ്ങൾ ജനങ്ങൾക്ക് കുറവ് വരുത്തരുത്. നിങ്ങൾ ജനങ്ങൾക്ക് കമ്മി വരുത്തരുത്. അശ്യാഅഹും, അവർക്ക് കൊടുക്കേണ്ട വസ്തുക്കളെ. എന്താണ് ഒരു തൊഴിലാളിയെ കൊണ്ടുവരുമ്പോഴുള്ള കോൺട്രാക്ട് എങ്കിൽ അത് കൃത്യമായി പാലിച്ചുകൊള്ളണം. ജോലി ചെയ്യേണ്ട സമയം എത്ര മണിക്കൂറാണ്? ആ മണിക്കൂറിൽ അപ്പുറം ചെയ്യിച്ചുകൂടാ. ചെയ്യിച്ചാൽ വേറെ കൂലി. എത്രയാണ് ശമ്പളം, എന്താണ് ആനുകൂല്യം, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അത് കൃത്യമായി പറഞ്ഞതുപോലെ കൃത്യമായി ചെയ്യാതിരുന്നാൽ അത് അയാൾക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങളെ പിടിച്ചുവെക്കലാണ്. വലിയ ഗൗരവമുള്ള വിഷയമാണ്, വലിയ ഗൗരവമുള്ള സംഗതിയാണ്. മറിച്ച് ആ മാർഗത്തിൽ നല്ല നിലക്കൊരു തൊഴിലാളിയോട്, കൂലിക്കാരനോട് പെരുമാറിയാലോ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മെ തുണക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാവുന്ന ഒരു സൽക്കർമ്മവുമാണത്. കേട്ടിട്ടില്ലേ ഗുഹയിൽ അകപ്പെട്ട 3 ആളുടെ സംഭവം? പാറക്കല്ല് വന്ന് ഗുഹാമുഖം പരിപൂർണമായി അടഞ്ഞപ്പോ 3 ആളുകളും അവർ ചെയ്ത സൽക്കർമ്മങ്ങളെ അല്ലാഹുവിന്റെ മുമ്പിൽ എടുത്തു പറഞ്ഞുകൊണ്ടാണ് രക്ഷ നേടിയത്. അതിൽ ഒരാൾ പറഞ്ഞതെന്താണ്? അയാളുടെ കീഴിലുള്ള കൂലിക്കാരനോട് അയാൾ ചെയ്ത ഏറ്റവും വലിയ ഒരു സൗഭാഗ്യകരമായ പെരുമാറ്റം, ആ പെരുമാറ്റത്തെ എടുത്തുകൊണ്ടാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വിഷയമാണ് ഇയാൾ പറഞ്ഞത്. അതിന്റെ പേരിൽ അയാൾ അകപ്പെട്ടിട്ടുള്ള ആ അപകടത്തിൽ നിന്ന് പരതമ്പുരാൻ മോചനം നൽകിയില്ലേ? അത്ര വലിയ സംഗതിയാണ്. അതേ അവസരത്തിലോ തന്റെ കീഴിലുള്ള ആളെ പറ്റിച്ചാൽ, തന്റെ കൂലിക്കാരനോട് മോശമായി പെരുമാറിയാൽ, അയാൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ പിടിച്ചുവെച്ചാൽ തിന്നുന്നത് തീയാണ്. കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസികളെ നമുക്ക് കാണാൻ സാധിക്കും. അവരോട് ഓരോ മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് നാട്ടിലെ ഇരിക്കക്കൂരകൾ വിറ്റ് തന്റേതായ ഉപജീവനത്തിന്റെ ഏക മാർഗങ്ങളെപ്പോലും വിറ്റഴിച്ചുകൊണ്ട് കടൽ കടന്നെത്തിയിട്ട് പറഞ്ഞ ശമ്പളം കൊടുക്കാതെ, പറഞ്ഞ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ കഷ്ടപ്പെടുത്തുന്ന ചെമ്മാടികളെ, ധിക്കാരികളെ നമുക്ക് പല നാടുകളിലും കാണാൻ സാധിക്കും. പടച്ചതമ്പുരാന്റെ കോടതിയിൽ അവർക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. അവകാശികളുടെ അവകാശങ്ങളെ പിടിച്ചു വെക്കുന്നത് അങ്ങനെ പിടിച്ചു വെച്ചവരിൽ നിന്ന് അത് തിരിച്ചു വാങ്ങി നാളെ പരലോകത്ത് കൊടുക്കുന്നത് അള്ളയാണ്, അത് ഞാൻ ഏറ്റെടുക്കുന്നതാണ് എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമാത്രം ഗൗരവമാണത്. അപ്പൊ അത് ഒരു തൊഴിലാളിക്ക് മുതലാളിയിൽ നിന്ന് കിട്ടേണ്ടുന്ന അവകാശമാണ്. അതേ അവസരത്തിൽ ഈ അവകാശം മാത്രം ആയിപ്പോയി വെച്ചാൽ പോരാ, മുതലാളിയോട് താൻ ചെയ്യേണ്ട കടമാകൃത്യ ജോലി, മറ്റു കാര്യങ്ങൾ അത് ഇയാളും മനസ്സിലാക്കണം. അയാൾ ഇങ്ങോട്ടും മനസ്സിലാക്കണം, ഇയാൾ അങ്ങോട്ടും മനസ്സിലാക്കണം. ഇതാ പറഞ്ഞത്, 2 കൂട്ടർക്കും കടമകളുമുണ്ട്, കടപ്പാടുകളുമുണ്ട്, കിട്ടേണ്ട അവകാശങ്ങളുമുണ്ട്. എല്ലാവരും അവകാശത്തെക്കുറിച്ച് മാത്രം മുദ്രാവാക്യം വിളിക്കുക, കടമകളുടെ കാര്യം വരുമ്പോ കണ്ണഴിയുക, അത് പാടില്ല.
അത് പാടില്ല. നീതിയാണ് ഇസ്ലാം എല്ലാ മേഖലയിലും നീതിയാണ് ഉദ്ദേശിക്കുന്നത്. എവിടെയും നീതിയാണ്, അനീതി ഒരിക്കലും ഇസ്ലാം കൂട്ടുനിൽക്കുന്നില്ല. അതുകൊണ്ട് ഈ മേഖലയിലും പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുള്ള കൃത്യമായ നിലക്കുള്ള എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ പറഞ്ഞ അവകാശങ്ങളെ കൃത്യമായി കൊടുത്തു തീർക്കാൻ, അത് കിട്ടാൻ തൊഴിലാളി അവകാശമുള്ളവനാണ്, അത് നൽകാൻ മുതലാളി ബാധ്യസ്ഥനാണ്. അവസരത്തിൽ തന്നെ മുതലാളിയുടെ കീഴിൽ ആത്മാർത്ഥതയോടുകൂടി പറ്റിക്കാതെ വഞ്ചന നടത്താതെ അലസതയില്ലാതെ ജോലി ചെയ്യാൻ തൊഴിലാളി ബാധ്യസ്ഥനുമാണ്. അത് അയാളുടെ കടമയുമാണ്. ഈ എല്ലാവരും അവരവരുടേതായ കടമകളും കടപ്പാടുകളും അവകാശങ്ങളും കൊണ്ടും കൊടുത്തും ജീവിച്ചാൽ സമാധാനപരമായ ഒരവസ്ഥ ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിൽ, ഉടമകൾക്കിടയിൽ, തൊഴിലാളികൾക്കിടയിൽ നിലനിൽക്കും. അതല്ലാതെ പരസ്പരം തമ്മിൽ തല്ലിച്ച് വർഗസംഘട്ടനത്തിലൂടെ ഇവിടെ ഒരു പുരോഗമനമുണ്ടാക്കാം, രാജ്യത്ത് പേരും പാലും ഒഴുക്കാമെന്ന മൂഢസ്വപ്നം ഇസ്ലാമികമായ നിയമങ്ങളിലില്ല. അത് ഒരിക്കലും കാലോചിതമല്ലാത്ത കമ്മ്യൂണിസത്തിന്റെ പഴകിപ്പൊളിച്ചൊരു വാദമാണ്. അത് പിറന്ന സ്ഥലത്ത് തന്നെ അത് അടക്കിക്കഴിഞ്ഞിട്ടുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ ഇസ്ലാമികമായ നിയമങ്ങൾ കാലോചിതമാണ്, സാർവകാലികമാണ്, സാർവജനീയമാണ്, എല്ലാം കൊണ്ടും ഉന്നതമാണ്. ആ നിയമങ്ങളെ കാറ്റിൽ പറത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അവിടെയാണ് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത്, അവിടെയാണ് പ്രയാസങ്ങളും ഭിന്നിപ്പുകളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് പടച്ചതമ്പുരാന്റെ നിയമങ്ങൾ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നാം ജീവിക്കുക. ഓരോരുത്തരും അവരവരേറ്റെടുത്തിട്ടുള്ള അമാനത്തുകൾ നാളെ പരലോകത്ത് ചോദിക്കപ്പെടും എന്ന് മനസ്സിലാക്കുക. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തിഹി. പ്രവാചകന്റെ ആ വചനം എല്ലാവരും ചോദിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്റെ കീഴിലുള്ള ആളുകളെ കുറിച്ച് ചോദിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനാൽ തഖ്വ പാലിക്കുക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു. സർവശക്തനായ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഇതിലുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഗഫൂർ റഹീമായ നാഥൻ പുറത്തു തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും പടച്ചതമ്പുരാൻ നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ അസുഖങ്ങളിൽ നിന്ന് അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. നമ്മളിൽ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.